തൈറോയ്ഡ് ഹോർമോൺ ആൻഡ് ആൻറ്റിതൈറോയിഡിസം ഇത് ഫാർമക്കോളജി ടോപ്പിക്കാണ്. ഇതിൻ്റെ ഫുൾ നോട്ട് വീഡിയോയുടെ എൻഡിൽ കാണിക്കുന്നതാണ്. ഫസ്റ്റ് സിന്തസിസ്, സ്റ്റോറേജ് ആൻഡ് റിലീസ്. പ്ലാസ്മ അയഡേറ്റിനെ ഫസ്റ്റ് അപ്ടേക്ക് ചെയ്യും ബൈ ദി തൈറോയ്ഡ് ഗ്ലാൻഡ്. ദിസ് അയഡേറ്റിനെ അപ്ടേക്ക് ചെയ്യും ബൈ ദി ആക്റ്റീവ് പ്രോസസ് യൂസിങ് സോഡിയം അയഡേറ്റ് സിംപോർട്ടേഴ്സ് വഴി. ദെൻ അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് along with the help of thyroperoxidase iodate എന്നുള്ളത് അയോഡിനിയമായിട്ട് മാറും. ദാറ്റ് ഈസ് I പ്ലസ് അയോൺ ആണ്. along with the thyrosin receptor ഇത് ബൈൻഡ് ചെയ്തിട്ട് ഇറ്റ് പ്രൊഡ്യൂസസ് MIT ആൻഡ് DIT. MIT എന്ന് പറയുമ്പോൾ മോണോ അയോഡോ തൈറോസിൻ ആൻഡ് ഡൈ അയോഡോ തൈറോസിൻ. ഇത് രണ്ടൊക്കെ കപ്ലിംഗ് ടു ഫോം T3 ആൻഡ് T4. T3 എന്ന് പറയുമ്പോൾ MIT പ്ലസ് DIT, T4 എന്ന് പറയുമ്പോൾ DIT പ്ലസ് DIT. സ്റ്റോറേജ് സ്റ്റോർ ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്ലോബുലിനിലാണ് ആൻഡ് റിലീസ്ഡ് ആസ് T4 ആൻഡ് T3 ഇൻറ്റു സർക്കുലേഷൻ. നൗ റെഗുലേഷൻ ഹൈപ്പോതലാമസ് TRH റിലീസ് ചെയ്തിട്ട് ആൻറ്റിയർ പിറ്റ്യൂട്ടറിയിൽ റിലീസ് ചെയ്യും. ആൻഡ് ആൻറ്റിയർ പിറ്റ്യൂട്ടറി റിലീസസ് TSH ടു തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് തൈറോയ്ഡ് ഗ്ലാൻഡ് റിലീസസ് T3 ആൻഡ് T4. ഇതാണ് അതിൻ്റെ റെഗുലേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ T4 T3 ലെവല് സർക്കുലേഷനിൽ കൂടുമ്പം ഇറ്റ് ഇൻഹിബിറ്റ് ദി ഹൈപ്പോതലാമസ് ടു റിലീസ് TRH ആൻഡ് ഓൾസോ ഇൻഹിബിറ്റ് ദി TSH ഇൻ പിറ്റ്യൂട്ടറി. ദിസ് ഈസ് ഹൗ റെഗുലേഷൻ ഹാപ്പൻസ്. ദെൻ ആക്ഷൻ. മെയിൻ്റെനൻസ് ഓഫ് ഓൾ ബോഡി ടിഷ്യൂസ്, then function, growth, development, etc. Then increase the metabolic rate, that is increased temperature, enhanced carbohydrate metabolism with increased utilization of sugar by the tissue, glycogenolysis and gluconeogenesis ഉള്ളതുകൊണ്ട് തന്നെ hyperglycemia also seen. Then protein metabolism to generate energy. It is a catabolic mechanism ആണ്. So there will be negative nitrogen balance, tissue wasting and weight loss because it will catabolism ആണ് നടക്കുന്നത്. Then it stimulate lipolysis എന്ന് പറയുമ്പോഴത്തേക്കും stored fatനെ break down ചെയ്യുന്നുണ്ട്. Then it facilitate erythropoiesis is the increase in the RBC production. Then normal functioning of CNS, skeletal muscle, CVS, GIT, reproductive system, etc. CNS എന്ന് പറയുമ്പം in case of deficiency it causes cretinism and mental retardation. Skeletal muscle ആണെങ്കിൽ muscle wasting, myxedema. Then in case of GIT-ലാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ കോൺസ്റ്റിപ്പേഷനും, ഹൈപ്പർ ആണെന്നുണ്ടെങ്കിൽ ഡയറി ആയിരിക്കും. അപ്പോൾ ഹൈപ്പർ ഡയറി ഉണ്ടാക്കുമെന്ന് ഓർത്തിരിക്കാൻ ഹൈപ്പറിൻ്റെ ഇ എന്നുള്ളത് ഡയറിയുടെ ഡി. ABCD എടുക്കുമ്പോൾ ഡി കഴിഞ്ഞ് ടി ആണ് വരുന്നത്. സോ ഡയറിയ, hyperthyroidism. So hyperthyroidism എന്തായിരിക്കും? കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും. Then mechanism of action. Thyroid hormone act to the specific receptor and does T3 it bind to the receptor and causes conformational changes. Conformational changes ഉണ്ടാക്കി കഴിയുമ്പോൾ it activate the gene transcription and regulate the synthesis of protein involved. ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ വരുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞൊന്ന് സമ്മറൈസ് ചെയ്യാണ്. ഫസ്റ്റ് സിന്തസിസ്, സ്റ്റോറേജ് ആൻഡ് റിലീസ് ആയിരുന്നു പറഞ്ഞത്. പ്ലാസ്മ അയഡേറ്റായിട്ട് അപ്ടേക്ക് ചെയ്യും. അയഡേറ്റായിട്ട് അപ്ടേക്ക് ചെയ്ത് അത് അയഡോണൈസേഷനിൽ പോകും ബൈ ഓക്സിഡേഷൻ ആൻഡ് ദിസ് കൺവേർട്ടഡ് ടു MIT ആൻഡ് DIT കപ്ലിംഗ് വഴി T3 ആൻഡ് T4 ഡെവലപ്പ് ചെയ്യും. ഇതൊരു സ്റ്റോർ ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്ലോബുലിനിലും റിലീസ് ആക്കുന്നത് T4 T3 ഇൻറ്റു ദി സർക്കുലേഷനിലാണ്. റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ഹൈപ്പോതലാമസിൽ TRH, റെഗുലേറ്റീവ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ TRH വന്നിട്ട് ആക്ട് ചെയ്യും. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി TSH റിലീസ് ചെയ്യും. ഇറ്റ് ആക്ട് ഓൺ തൈറോയ്ഡ് ആൻഡ് തൈറോയ്ഡ് T3 T4 പ്രൊഡ്യൂസ് ചെയ്യും. T4 ഈസ് കൺവേർട്ടഡ് ടു T3 ബൈ ദി പെരിഫറൽ കൺവേർഷൻ. ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഈ T3 T4 ലെവൽ സർക്കുലേഷനിൽ കൂടുമ്പോഴത്തേക്കും TSHനെയും TRHനെയും ഇത് ഇൻഹിബിറ്റ് ചെയ്യും ബൈ ഇൻഹിബിറ്റിംഗ് ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിന്ന് TRH TSH റിലീസ് ചെയ്യുന്നത്. നൗ ആക്ഷൻ നേരത്തെ പറഞ്ഞിരുന്നു. മെയിൻ്റനൻസ് ഓഫ് ഓൾ ബോഡി ടിഷ്യൂസ്, ഇൻക്രീസ് മെറ്റബോളിക് റേറ്റ്, protein metabolism, stimulate lipolysis, facilitate erythropoiesis, normal functioning of CNS, skeletal muscle, CVS, GIT and reproductive system. Mechanism of action ആണ് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത്. തൈറോയ്ഡ് ഹോർമോൺ they act by specific receptor T3 androgen, they bind and cause conformational changes. Further it causes activation of gene transcription, regulates synthesis of protein involved. Next is why T4 is preferred than T3. T3ക്ക് റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ഉണ്ടായിട്ടും T4 എന്തുകൊണ്ട് പ്രിഫേർഡ് ആവുന്നത്? ബിക്കോസ് റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ T3ക്ക് ഉള്ളതുകൊണ്ട് തന്നെ റിസ്ക് ഓഫ് പ്രസിപ്പിറ്റേറ്റിംഗ് ആൻജീന, അരൈത്മിയാസ് ആൻഡ് ദി കാർഡിയക് ഫെയിലിയർ കൂടുതലായിരിക്കും. T4നെ വെച്ച് നോക്കുമ്പോൾ T4 they are long acting and they are slowly converted to T3 from T4 പെരിഫറൽ കൺവേർഷനിൽ. Now stability of T4 and low cost, these are the preferred things. Why T4 is preferred? ഇനി യൂസസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്രെട്ടനിസം ഇൻ ചിൽഡ്രൻസിൽ ഇത് കൂടുതലായിട്ടുണ്ടാകും. കൺജനറ്റലായിട്ട് തൈറോയ്ഡ് കുറയുമ്പോഴാണ് ക്രെട്ടനിസം ഉണ്ടാകുന്നത് ചിൽഡ്രൻസ്. ഇത് ഇറ്റ് ക്യാൻ ബി either sporadic or endemic. ട്രീറ്റ്മെൻറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി നീഡഡ് ആണ് ബിക്കോസ് ടു അവോയ്ഡ് മെൻ്റൽ റിട്ടാർഡേഷൻ.
ദെൻ നെക്സ്റ്റ് ഹൈപ്പോതൈറോയിഡിസം ഇറ്റ് റിവേഴ്സിബിൾ ആണ്, കാരണം ഇത് അഡൾട്ടിലാണ് വരുന്നത്. ആൻഡ് പേഷ്യൻറ്റ് വിത്ത് ഇസ്കെമിക് ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ സ്മോൾ ഡോസേജ് ഇസ് റിക്വയർഡ് ടു അവോയ്ഡ് ആൻജൈന ആൻഡ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആൻഡ് ലാർജ് ഡോസ് ആർ റിക്വയർഡ് ഇൻ പ്രഗ്നൻസി. മിക്സഡിമ കോമ എന്ന് പറയുമ്പോൾ ദേ ആർ പ്രസിപ്പിറ്റേറ്റഡ് ബൈ ഇൻഫെക്ഷൻ, ട്രോമ, ഇൻഅഡിക്വേറ്റ് ട്രീറ്റ്മെൻറ്റ്, എക്സ്പോഷർ ടു കോൾഡ് എക്സെട്ര. ദെൻ മിക്സഡിമ വിത്ത് കോർണറി ആർട്ടറി ഡിസീസ് ഉള്ള ഒരാൾക്ക് മിക്സഡിമ വരികയാണെങ്കിൽ ഫസ്റ്റ് മിക്സഡിമ ട്രീറ്റ് ചെയ്യേണ്ടി വരും. Because sudden increase in myocardial workload result in angina, arrhythmias and even myocardial infarction. Now, non-toxic goiter എന്ന് പറയുമ്പോൾ decreased production of thyroid hormone increases the TSH and this causes goiter. അപ്പം തൈറോയ്ഡ് സപ്ലിമെൻറ്റേഷൻ കൊടുക്കുമ്പോൾ TSHൻ്റെ പ്രൊഡക്ഷൻ കുറയും, സോ ഗോയിറ്ററിനെ റിഗ്രസ് ചെയ്യും. Now, thyroid carcinoma, post operative T4 induces TSH suppression, thus reduces risk of tumor. Then antithyroid drugs ഏതൊക്കെയാണ്? They inhibiting iodide trapping inhibiting thyrosine and perchlorate. Then which inhibiting the hormone synthesis, propylthiouracil and methimazole and carbamazole. Then which inhibiting the hormone release are iodides of sodium, potassium, organic iodides. Then destroy thyroid tissues, the radioactive iodide I-131. ഇവിടെ ഫസ്റ്റ് ഏത് iodide ട്രാപ്പിങ്ങിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എവിടെ എഫക്റ്റ് ചെയ്തത്? ഹോർമോൺ സിന്തസിസിനെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിലീസ് ചെയ്ത ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ദ ഡിസ്ട്രോയ് ദി ഹോർമോൺ ഇൻ ദി ടിഷ്യൂ, തൈറോയ്ഡ് ഇൻ ദി ടിഷ്യൂ. നൗ ഇൻഹിബിഷൻ. Inhibit hormone synthesis in the first action. They inhibiting by iodinization and coupling. They inhibit peroxidase enzyme. They inhibit peripheral conversion of T4 and T3. Then ADR or allergic reactions like rashes, urticaria, dermatitis, arthralgia, and also causes hepatitis, cholestatic jaundice and headache. In the use when the Graves' disease, toxic nodular goiter, preoperatively, hyperthyroidism in pregnancy, then thyroid storm treatment പറയുന്നുണ്ട്. propylthiouracil, they block the hormone synthesis. Oral or rectal potassium iodide inhibit release. Then IV hydrocortisone in shock, and propranolol impairs conversion of T4 to T3. If propranolol is contraindicated, then diltiazem is used. Then radio contrast medium inhibit peripheral conversion. Then iodides uses pre-operative preparation for the thyroidectomy, thyroid storm, prophylaxis, protection against radioactivity, antiseptic, expectorants എന്ന് പറയുമ്പോൾ for cough. Then ADR with allergic reactions ആണ്, നേരത്തെ പറഞ്ഞ സെയിം. ദെൻ അയഡൈൻ ഓവർഡോസിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്, നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ, അൺപ്ലസൻറ്റ് മെറ്റാലിക് ടേസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അൺപ്ലസൻറ്റ് മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാക്കും. ദെൻ വെസിക്കേഷൻ, ഡീസ്കോമേഷൻ, കൊറോഷൻ ഓഫ് സ്കിൻ, കൊറോഷൻ ഓഫ് മൗത്ത്, GIT throat, nephritis and renal failure, delirium, stupor, anaphylactic reactions, inhalation produces edema of the glottis and pulmonary edema. This is about the thyroid hormone and antithyroid drugs. ഇതാണ് ഫുൾ നോട്ട് തൈറോയ്ഡ് ഹോർമോണിൻ്റെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഓൾസോ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.